ഹായ് ഓൾ, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഈസി ആയിട്ടുള്ള സൺകാച്ചർ ആണ്. അതിനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് പ്ലാസ്റ്റിക് ട്രാൻസ്പാരൻറ്റ് ബോട്ടിലാണ്. നിങ്ങൾക്ക് പെപ്സിൻ്റെയോ കൊക്കക്കോളിൻ്റെയോ ഒക്കെ ബോട്ടിൽസ് ഉപയോഗിക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു വലിയ ബട്ടർഫ്ലൈൻ്റെയും ചെറിയ ബട്ടർഫ്ലൈൻ്റെയും പ്രിൻ്റാണ്. അത് പ്രിൻ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ട്രേസിങ് പേപ്പറിൽ വരച്ചെടുത്താലും മതി. ഇനി നമുക്ക് ഈ ട്രേസിങ് പേപ്പർ കുപ്പിൻ്റെ ഉള്ളിലായിട്ട് വെച്ചിട്ട് ഇതുപോലെ അതിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് വൃത്തിയിൽ വരച്ചെടുക്കുക. ബട്ടർഫ്ലൈസിൻ്റെ ഉള്ളിലത്തെ ഡീറ്റെയിൽസും കൂടി വരച്ചെടുക്കുക. ഇതുപോലെ 4 വലിയ ബട്ടർഫ്ലൈയും 4 ചെറിയ ബട്ടർഫ്ലൈസുമാണ് ഞാൻ ഈ കുപ്പിയിലോട്ട് വരച്ചെടുക്കുന്നത്. ഇപ്പം ഞാൻ ഈ ബട്ടർഫ്ലൈ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ് പെയിൻറ് ചെയ്യുന്ന ഈ ബ്ലാക്ക് ഔട്ട്ലൈനർ ഉപയോഗിച്ചിട്ട് അതിൻ്റെ മേലെ ഒന്ന് അത് വരച്ചെടുക്കാം. ഈ ബ്ലാക്ക് ലൈനർ ഉപയോഗിച്ച് വരച്ച് കഴിഞ്ഞ് ഡ്രൈ ആയ ശേഷം നമുക്ക് ബട്ടർഫ്ലൈനെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ ഇന്നർ ഡീറ്റെയിൽസും കൂടി ആ ബ്ലാക്ക് ലൈനർ ഉപയോഗിച്ച് വരച്ച് കൊടുക്കാം. ഇനി നമുക്കത് ഡ്രൈ ആവാൻ വെച്ച ശേഷം നമുക്ക് ചെറിയ ബട്ടർഫ്ലൈസിനും അതുപോലെ ഔട്ട്ലൈനൊക്കെ വരച്ചു കൊടുക്കാം. ഇനി ഡ്രൈ ആയ ശേഷം നമുക്ക് നമ്മളെ ബട്ടർഫ്ലൈസിന് കളർ കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഫെവിക്രിലിൻ്റെ ഗ്ലാസ് പെയിൻ്റ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഉപയോഗിച്ച് കളർ ചെയ്തെടുക്കാം. പിന്നെ ഗ്ലാസ് പെയിൻറ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എയർ ബബിൾസ് വരികയാണെങ്കിൽ ഇതുപോലെ ഒരു പിന്ന് ഉപയോഗിച്ചിട്ട് അതൊന്ന് പൊട്ടിച്ചു കൊടുക്കുക. ഇപ്പം നമ്മുടെ ഗ്രീൻ കളർ ഏകദേശം ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ ബ്ലൂ കളർ കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബട്ടർഫ്ലൈസ് ഒക്കെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് നമ്മളെ ബട്ടർഫ്ലൈൻ്റെ ഔട്ട്ലൈൻ കട്ട് ചെയ്തെടുക്കാം.
ഞാനിവിടെ 8 ബട്ടർഫ്ലൈസ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെ ഹാങ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കാം. അങ്ങനെ ഞാൻ നമ്മുടെ എല്ലാ ബട്ടർഫ്ലൈസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പതുക്കെ ഇതുപോലെ സെൻറ്ററിലായിട്ട് നമ്മൾ ബട്ടർഫ്ലൈസിനൊന്ന് മടക്കി കൊടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ 8 ബട്ടർഫ്ലൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഹാങ് ചെയ്യണം. അതിനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ജൂ ഡ്രോപ്പാണ്. ഇനി ഇത് നമുക്ക് ഹാഫായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ രണ്ടായി മടക്കിയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. നമ്മുടെ ബട്ടർഫ്ലൈസ് ഒട്ടിക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ത്രെഡിൽ മേലെ ഒരു നോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഓരോ ബട്ടർഫ്ലൈസ് ആയിട്ട് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ ഞാൻ ഓരോ ബട്ടർഫ്ലൈസും നമ്മുടെ ത്രെഡിൽ ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമുക്കതൊന്ന് ഹാങ് ചെയ്ത് നോക്കാം. ഞാനിത് ഞങ്ങളുടെ ബാൽക്കണിയിലാണ് തൂക്കിയിട്ടുള്ളത്. അവിടെ നല്ല സൺലൈറ്റ് വരുന്ന കാരണം നല്ല ഭംഗിയാണത് കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള സൺകാച്ചർ ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ അതിൻ്റെ ബെൽ ബട്ടണും കൂടിയും പ്രസ് ചെയ്ത് ഓൾ എന്ന് കൊടുക്കുക. എന്നാലും ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. സോ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്.